വടക്കൻ ജില്ലകളിൽ മഴ കനക്കുകയാണ്. കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട് മരുതോങ്കര പഞ്ചായത്തിലെ തൃത്തോട് ഉരുൾപൊട്ടി. ജനവാസ മേഖലയല്ല, അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ കാര്യമായി ബാധിക്കില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. കടന്തറ പുഴയിൽ വെള്ളം ഉയർന്നതിന് പിന്നാലെ 8 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ശക്തമായ മഴ പെയ്യുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നും വിനേഷ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. വിനേഷ്, ശക്തമായ മഴ തുടരുകയാണ്. വലിയ ആശങ്ക ഉയർത്തുന്ന മഴയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ കേരളത്തിൽ. ഒപ്പം തന്നെ ഉരുൾപൊട്ടലൊക്കെ ഏത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത്? ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? തീർച്ചയായും ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. നഗരങ്ങളിൽ അത്ര കാര്യമായ മഴയില്ല, പക്ഷേ ഗ്രാമീണ മേഖലകളിലാണ് ശക്തമായ മഴയുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിലാണ് ശക്തമായ മഴയുള്ളത്. ഈ 5 ജില്ലകളിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ കോഴിക്കോട് ജില്ലയിൽ നിലവിൽ സ്കൂൾ, മദ്രസ, അങ്കണവാടി എന്നിവയ്ക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോളേജുകൾക്കോ മറ്റ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ നിലവിലെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവധി പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം കൂടി ശക്തമാവുന്നുണ്ട്. കാരണം ഈ ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്നവർ പരമാവധി രാത്രിയിലെ യാത്ര ഒഴിവാക്കണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതായത് താമരശ്ശേരി ചുരം കയറിയുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ മരുതോങ്കരയിൽ തൃക്കന്തോട് ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ജനവാസ മേഖലയല്ലാത്തത് കൊണ്ട് തന്നെ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് നമുക്ക് ആശ്വാസം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ വയനാട് നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഈ സമയത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് പുന്നപ്പുഴയിൽ ശക്തമായ നീരൊഴുക്കുണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ വെള്ളപ്പൊക്കം എന്നുള്ള രീതിയിൽ വെള്ളം കുത്തിയൊലിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവിടെ ഉരുൾപൊട്ടലിനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് ആളുകൾക്കുള്ള സഞ്ചാരം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ആളുകൾ രാത്രിയിലും അതുപോലെ തന്നെ പകലും മഴ ശക്തമായി തുടരുന്നൊരു സാഹചര്യത്തിൽ ഇങ്ങോട്ട് പോകരുതെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശ്ശൂരിലും അതുപോലെ തന്നെ മഴ ശക്തമായി തുടരുന്നുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്നലെ മുതൽ തന്നെ മഴ ശക്തമായി തുടരുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടി അവധി നൽകിയിട്ടുണ്ട്. ഇനി കോളേജുകൾക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം അവധി ലഭ്യമാവും എന്ന് നമുക്ക് അല്പസമയം കാത്തിരിക്കേണ്ടി വരും. എന്തായാലും മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. വലിയൊരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ബാക്കി ഓറഞ്ച് അലർട്ടാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനമായും കോഴിക്കോട് നഗരത്തിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും മഴയുണ്ടായതെങ്കിൽ രാവിലെ മുതൽ തന്നെ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഗ്രാമീണ മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ പ്രധാനമായും കോഴിക്കോട് ബാംഗ്ലൂർ ദേശീയ പാതയിൽ ഈങ്ങാപ്പുഴ ഭാഗത്ത് റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മൂടിയിരിക്കുകയാണ്. ഇവിടെ ഗതാഗതം ദുഷ്കരമായിരിക്കുകയാണ്. ഗതാഗതം ഏറെക്കുറെ ഭാഗികമായി സ്തംഭിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആശങ്കയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.